കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. മട്ടന്നൂർ ഉരുവച്ചാൽ മണക്കായി റോഡിൽ അപകടങ്ങൾ പതിവാകുന്നു. കഴിഞ്ഞ ദിവസം 3-ാം പീടിക അക്ഷയ കേന്ദ്രത്തിന് സമീപം കാറിടിച്ച സ്കൂട്ടർ യാത്രക്കാരനും ഏതാനും മാസങ്ങൾക്ക് മുൻപ് സമീപത്തു തന്നെ വഴിയാത്രക്കാരനുമാണ് വാഹനമിടിച്ച് മരിച്ചത്. റോഡ് നിർമ്മാണത്തിലെ അപാകതയാണ് അപകടങ്ങൾക്കിടയാക്കുന്നതെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. മണക്കായി റോഡിലുണ്ടായ വാഹനാപകടങ്ങളിൽ പരിക്കേറ്റ് കഴിയുന്നവരും ഒട്ടേറെയാണ്. ദിവസേന എന്നോണമാണ് ചെറുതും വലുതുമായ അപകടങ്ങൾ സംഭവിക്കുന്നത്. നിർമ്മാണത്തിലെ അപാകതയാണ് അപകടങ്ങൾക്കിടയാക്കുന്നതെന്നാണ് പ്രദേശവാസികളും യാത്രക്കാരും ആരോപിക്കുന്നത്. പണി നടക്കുമ്പോൾ തന്നെ അപാകത മൂലം വിവാദങ്ങളിൽ നിറഞ്ഞു എന്ന റോഡാണിത്. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 104 കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഉരുവച്ചാൽ മുതൽ മണക്കായി വരെ റോഡ് നിർമ്മിച്ചത്. KSTPയുടെ മേൽനോട്ടത്തിലാണ് പണി നടത്തിയത്. തെരുവ് വിളക്കുകളുടെ കോൺക്രീറ്റ് കുറ്റികൾ റോഡിന് വളരെ അടുത്തായി സ്ഥാപിച്ചതും ഭൂരിഭാഗം സ്ഥലത്തും ഓവുചാലിന് സ്ലാബിടാത്തതും തുടക്കത്തിൽ തന്നെ പരാതിക്കിടയാക്കിയിരുന്നു. ഓവുചാലിന്റെ സ്ലാബ് ഉയർത്തി സ്ഥാപിച്ചതിനാൽ ചെറിയ റോഡുകളിലേക്ക് വാഹനങ്ങൾക്ക് കടക്കാൻ സാധിക്കാതായതോടെ പ്രതിഷേധമുയർന്നു. തുടർന്ന് സ്ലാബ് മുറിച്ചാണ് വഴിയൊരുക്കിയത്. സ്കൂളുകളുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയും പരിസരത്ത് ഓവുചാലിന് സ്ലാബിട്ടെങ്കിലും ഭൂരിഭാഗം സ്ഥലത്തും ഇപ്പോഴും സ്ലാബില്ല. 9.5 മീറ്റർ വീതിയിൽ നിർമ്മിക്കാനിരുന്ന റോഡ് ചിലയിടങ്ങളിൽ 6 മീറ്ററോളം മാത്രമാണ് റോഡിന് വീതിയുള്ളത്. ഇതാണ് അപകടങ്ങൾക്കിടയാക്കുന്നതെന്നാണ് പരാതി. ഇരുവശത്തും ഓവുചാൽ ഉൾപ്പെടെ 12 മീറ്റർ വീതിയാണ് രൂപരേഖയിലുള്ളത്. തെരുവ് വിളക്കുകളുടെ കുറ്റിയിൽ വാഹനങ്ങൾ ഇടിച്ച് അപകടമുണ്ടാകുന്നതും നിത്യസംഭവമാണ്. സ്ലാബില്ലാത്ത ഓവുചാലും റോഡിനോട് ചേർന്ന് സ്ഥാപിച്ച കുറ്റികളും മൂലം വഴിയാത്രക്കാർക്ക് വാഹനങ്ങൾ വരുമ്പോൾ മാറി നിൽക്കാൻ പോലും ഇടമില്ല. ഇതോടൊപ്പം വളവുകളും കയറ്റങ്ങളും കൂടിയാകുമ്പോൾ റോഡ് അപകടക്കെണിയായി മാറുകയാണ്. അപകടങ്ങൾ പതിവായ റോഡിൽ അതീവ സുരക്ഷാ മുൻകരുതൽ ഏർപ്പെടുത്തണമെന്ന് കോൺഗ്രസ് മട്ടന്നൂർ മണ്ഡലം പ്രസിഡന്റ് AK രാജേഷ് പറഞ്ഞു. ഉരുവച്ചാൽ എയർപോർട്ട് മണക്കായി റോഡ് എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നടപ്പിലാക്കിയ PWD നടപ്പിലാക്കിയ റോഡാണ്. നമുക്കെല്ലാവർക്കും അറിയാം, റോഡിൻ്റെ പണി കഴിഞ്ഞു. പക്ഷേങ്കിൽ റോഡിന് അതിന് വേണ്ടുന്ന രീതിയിലുള്ള വീതിയില്ല. ഏതെല്ലോ രീതിയിൽ ആരെയല്ലോ സഹായിക്കുവാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തു. റോഡ് വീതി കൂട്ടാത്ത രീതിയിൽ ടാറിങ് അതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. ഒരുപാട് അപകടങ്ങൾ, 2 പേര് മരണത്തിനിടയായി. ഒരുപാട് ബൈക്കുകളും അതുപോലെ തന്നെ ഒരുപാട് ആളുകളും കിടപ്പിലായ അവസ്ഥയിലാണ്. ഇതിന് വേണ്ടുന്ന രീതിയിലുള്ള ശാശ്വത പരിഹാരവുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ ഇവിടെയുള്ള പൊതുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് സമരപരിപാടിക്ക് നേതൃത്വം നൽകി ഞങ്ങൾ മുന്നോട്ട് പോകും. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.